ഫിഖ് പാർട്ട് 29 വുളൂവിന് ശേഷമുള്ള 36-ാമത്തെ സുന്നത്ത്. ഐ യഖൂല അഖിബൽ വുളൂഇ മുസ്തഖ്ബിലൽ ഖിബ്ലത്തി റാഫിയൻ യദൈഹി വ ബസറഹു ഇലസ്സമായി. വുളൂ ചെയ്ത ഉടനെ ഖിബ്ലക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് രണ്ട് കൈകളും കണ്ണും മേൽപോട്ടുയർത്തി ആകാശത്തേക്കുയർത്തി പറയുക. വലൗ കാന ഫീ ദുൽമത്തിൻ ഔ കാന അമ, ഇരുട്ടിലാണെങ്കിലും അവൻ അന്ധനാണെങ്കിലും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തത്വഹിരീൻ വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വളരെ ശ്രേഷ്ഠതയുള്ള ദുആ ആണ് ഇത്. ആഖിറത്തിൽ ചെന്നാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും, അതിലൂടെ അവനെ സ്വാഗതം ചെയ്യപ്പെടും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോകാതെ സ്പെഷ്യലായി സൂക്ഷിക്കപ്പെടുന്ന ദിക്റാണ് ഈ മഹത്തായ ദിക്ർ. പക്ഷേ പലപ്പോഴും നമ്മളിത് ചെല്ലും, സമ്പൂർണ്ണമാകും മുമ്പ് നിർത്തിക്കളയും. തുടക്കം ഇങ്ങനെ ചൊല്ലി സമ്പൂർണ്ണമാകുമ്പോഴേക്ക് ശ്രദ്ധ മാറി വേറെന്തെങ്കിലും വർത്തമാനത്തിലോ മറ്റോ മുഴുകി പൂർണ്ണമാക്കാറില്ല. അത് നിർത്തിയിട്ട് വളരെ അച്ചടക്കത്തോടുകൂടെ, ആദബോടുകൂടെ, വിനയത്തോടുകൂടെ അള്ളാഹുവിലേക്ക് കരങ്ങളുയർത്തി നാം ഇത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു നമ്മളത് സ്വീകരിക്കും. 3 സുപ്രധാനമായ പ്രാർത്ഥന ഇതിലുണ്ട്. അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ആ 3 കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ചോദിച്ചു വാങ്ങി നല്ലവരാകണം എന്നാണ് ഈ ഹദീസിലൂടെ, ഈ ദിക്റിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തു തിരക്കാണെങ്കിലും ഈ ദിക്ർ പ്രാവർത്തികമാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. പടച്ചവൻ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥമായി ആരാധിക്കപ്പെടുന്ന ഒരാരാധ്യനും ഇവിടെ ഇല്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹ്, അവൻ ഒരു നിലയ്ക്കുള്ള കൂട്ടുകാരനും ഇല്ല. അവൻ്റെ ദാത്തിലോ അവൻ്റെ സിഫത്തുകളിലോ അവൻ്റെ പ്രവൃത്തികളിലോ ഒന്നും കൂട്ടുകാരായ ലോകത്തൊരു ശക്തിയും അല്ലാഹുവിനില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, തീർച്ചയായിട്ടും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ റസൂലുമാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഇജ്അൽനി, അല്ലാഹുവേ എന്നെ നീ ഉൾപ്പെടുത്തണേ, മിനത് തവ്വാബീൻ, തൗബ ചെയ്യുന്നവരിൽ. പാപങ്ങൾ ചെയ്യുമ്പോൾ തൗബ ചെയ്ത് നിന്റെ മഹത്വം മനസ്സിലാക്കി നിന്നിലേക്ക് മനസ്സു വേദനിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വജ്അൽനി മിനൽ മുത്തത്വഹിരീൻ, ശുദ്ധിയുള്ളവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. എൻ്റെ ഭൗതികമായ അവയവങ്ങളും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഒക്കെ എല്ലാവിധ മലൈമസകളിൽ നിന്നും നീ ഇഷ്ടപ്പെടാത്ത ദുർഗുണങ്ങളിൽ നിന്നുമൊക്കെ ശുദ്ധിയായവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ, സദ്വൃത്തരായ, സജ്ജരായ, സച്ചരിതരായ നിന്റെ മഹാന്മാരായ അടിമകളെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വളരെ സുന്ദരമായ പ്രാർത്ഥനയാണിത്. ഇത് 3 വിശദീകരണം അർഹിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. സുബ്ഹാനക, സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നിന്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്, ഞാൻ അംഗീകരിക്കുകയാണ്. വബിഹംദിക, നിനക്ക് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ യഥാർത്ഥ ആരാധ്യനിൽ നിന്ന് ഞാൻ ഒരിക്കലോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. വഅലാ ആലിഹി വസഹ്ബിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും
അനുചരന്മാരുടെ മേലും വസല്ലം. അള്ളാഹു രക്ഷയും കൃപയും കടാക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സ്വാലിഹീങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ ലോകത്തുള്ള സ്വാലിഹീങ്ങളൊക്കെ ഈ ദുആ നടത്തുന്നുണ്ട്. അപ്പോ നമ്മളും സ്വാലിഹായി കിട്ടിയാൽ വലിയ നേട്ടമാണ്. സ്വാലിഹീങ്ങൾക്ക് വേണ്ടി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന നിസ്കാരത്തിലൂടെ ലോകത്തുള്ള സർവ്വ സ്വാലിഹീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കുന്നുണ്ട്. നമ്മൾ സ്വാലിഹായാൽ നമുക്കും ആ സലാം കിട്ടുകയാണ്. അങ്ങനെ സ്വാലിഹായി കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ വുളു എന്ന സുന്ദരമായ ഇബാദത്ത് ചെയ്തിട്ട് അച്ചടക്കത്തോടെ റബ്ബിലേക്ക് 5 നേരം ഒരു മുഅ്മിനായ മനുഷ്യൻ കൈകൾ ഉയർത്തിയാൽ അല്ലാഹു സ്വീകരിക്കും. സ്പെഷ്യൽ ഇബാദത്തായിട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ തന്നെ പഠിക്കാത്തവർ ഈ ദുആ പഠിക്കുകയും പഠിച്ചവർ സശ്രദ്ധം ഇത് പ്രാവർത്തികമാക്കുകയും അർത്ഥം ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ മക്കളെയും കൂടെ അത് ശീലിപ്പിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.